എടപ്പള്ളിക്കും പുക്കാട്ടുപടിക്കും മിഡിലായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മെയിൻ റോഡ് ഈസി ആക്സസ് ഉള്ളൊരു ഏരിയയും കൂടിയാണ്. എടപ്പള്ളി ഭാഗത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. മാത്രമല്ല ഇൻഫോ പാർക്കിലേക്കും നമുക്ക് ഈസി ആക്സസ് ഉള്ളൊരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. വലിയ പോഷായിട്ടുള്ളൊരു വില്ലകളൊക്കെ വരുന്ന നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 സെൻറ്റ് 250 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. സ്പേഷ്യസ് ആയിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. 3 വാഹനങ്ങളോളം പാർക്കിങ്ങുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. KW വാട്ടറിന് കണക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. മനോഹരമായിട്ടുള്ള ഒരു എലവേഷനാണ് വീടിന് കിട്ടിയിട്ടുള്ളത്. വീതി കൂടിയ 4 മീറ്റർ ഇന്റേണൽ റോഡ് വന്നിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ മതിലിൽ ടെക്സ്ചർ ഡിസൈനുകളും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. വലിയൊരു വാഹനം പോർച്ചിനകത്ത് പൂർണ്ണമായിട്ടും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ട്. വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഡോറ് തുറക്കാനും ഈസിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് സൗത്ത്, അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. നേരെ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്കൊന്ന് വരാം. ഈ ഭാഗമാണ് സൗത്ത് വെസ്റ്റ് വരുന്നത്. ടൈല് കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഒരു സൈഡിൽ പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സുകൾ ഒട്ടനവധി കൊടുത്തിട്ടുമുണ്ട്. അപ്പം ബാക്ക് സൈഡ് വെസ്റ്റ് സൈഡാണ്. നടക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ട് ഇങ്ങനെ L ഷേപ്പിലാണ് കൊടുത്തുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഷൂ റാക്കൊക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന പില്ലറിൽ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. നേരെ അകത്തേക്ക് വരികയാണ്. സിംഗിൾ ഡോറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള സിംഗിൾ ഡോറായിട്ട് നല്ല മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാറ്റേൺ വരുന്നുണ്ട്. ഇതിന് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാം. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വന്നു. അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ്. ഈ ഭാഗം സൗത്ത് സൈഡും ഇത് വെസ്റ്റ് സൈഡുമാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. മേലെ ഗംഭീരമായിട്ടുള്ള ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി TVയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ്, ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റുകൾ, ഫൈബർ ലാമിനേഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. അപ്പം TV യൂണിറ്റും ഗംഭീരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വലിപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിയും ടീപ്പോയി ഇടാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈല് വരുന്നത് മാറ്റ് ടൈലാണ്. നേരെ ഇവിടുന്ന് ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഈ ഡൈനിങ്ങിനും ലിവിങ്ങിനും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമൊക്കെ ഭംഗിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇതിന് മേലെയായിട്ടും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒട്ടനവധി ഫാൻസി ലൈറ്റുകളും വരുന്നുണ്ട്. ഇനി കോർണറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി വാഷ് കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ കൗണ്ടർ വാഷ് ബേസിനാണ്. ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റുകളും ഇത് കൂടാതെ തന്നെ നാച്ചുറൽ സ്റ്റോൺ വർക്കും അതുകൂടാതെ ടൈൽ വർക്കും വരുന്നുണ്ട്. ഇതുകൂടാതെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇങ്ങനെ താഴെ. അപ്പം ക്ലീനിങ് ലോഷനും മറ്റുമൊക്കെ നമുക്ക് അവിടെ വയ്ക്കാവുന്നതാണ്. പിന്നെ കോക്കറി ഷെൽഫാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഒട്ടനവധി കോക്കറി ഐറ്റംസ് നമുക്ക് സൂക്ഷിക്കാവുന്നതുമാണ്. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. ഓപ്പൺ കിച്ചണാണെന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ക്യൂരിയസ് ഒക്കെ വയ്ക്കാം. പിന്നെ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ്സുകളൊക്കെ മേലെ ഹാങ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കിച്ചൻ്റെ അകത്തേക്ക് വരികയാണ്.
എൽ ഷേപ്പിൽ നല്ല വലിപ്പത്തിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹോബും വയ്ക്കാം. ഇതല്ല, നോർത്ത് സൈഡിലേക്ക് നമുക്ക് പാചകം ചെയ്യാം. നോർത്ത് സൈഡിലേക്ക് ഹുഡും ഹോബും വെക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പം മേലെയായിട്ട് എക്സോസ്റ്റിനുള്ള പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സിങ്ക് വരുന്നുണ്ട്. ഇത്രയും സ്പേസ് നമുക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഓവനും മിക്സിയൊക്കെ നമുക്ക് ഇവിടെ വെക്കാനും പറ്റും. വലിയ ഫ്രിഡ്ജ് ആണെങ്കിൽ ഈ സ്പേസിൽ കൊടുക്കാം. അപ്പോൾ ഫുൾ സ്പേസ്ഡ് ആയിട്ടുള്ളൊരു കിച്ചൺ നമുക്ക് കിട്ടി. ഇനി നല്ലൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡും ഈസ്റ്റ് സൈഡും ആണ്. വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റ് ഷീറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. മേലെ ഒരു ട്രാൻസ്പറൻറ്റ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കിണറാണ്. അപ്പം ലൈറ്റ് കറക്റ്റായിട്ട് കിണറ്റിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വർക്ക് അകത്ത് തന്നെയാണ് കിണർ വന്നിരിക്കുന്നത്. രണ്ട് സൈഡും ഡോറ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇവിടെയും പവർ പോയിന്റ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പം വലിപ്പമുള്ള കിച്ചനും അടച്ചുറപ്പുള്ളൊരു നല്ലൊരു വർക്ക് ഏരിയയും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാസീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, കബോർഡ് 3 പാർട്ടായിട്ട് തുറക്കാവുന്നതാണ്. വിത്ത് കമ്പ്യൂട്ടർ ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൽ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, സിറയുടെയാണ് ഫിറ്റിങ്സ് വന്നിരിക്കുന്നത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. AC-യുടെ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ നമ്മൾ താഴത്തെ എല്ലാ കാര്യങ്ങളും കണ്ടു. ഇനി അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതും ഗ്രാനൈറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. വുഡിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നോർത്ത് സൈഡാണ്. പെർഗോള വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. സ്റ്റെയറിൻ്റെ സ്പേസ് മേലെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഹാങ്ങിങ് ലൈറ്റുകളും ഫാസ്റ്റ് സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും സ്പേസ് നമുക്ക് അപ്പർ ലിവിങ്ങിൽ കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് സ്റ്റഡി സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതൊരു സെപ്പറേഷൻ കൂടിയാണ്. നമുക്ക് അത് ആദ്യം കാണാം. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ, ഡൈനിങ് ടേബിളൊക്കെ വെക്കാവുന്നതാണ്. അതിന് പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, വേസ്റ്റ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരിട്ട് കാണാത്ത രീതിയിൽ, വിസിബിൾ അല്ലാത്ത രീതിയിൽ ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണിത്. ഇങ്ങനെ ഓപ്പൺ ടെറസിലേക്ക് കയറാം. അവിടെ നിന്നുള്ള കാറ്റും വെള്ളവും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പറൻറ്റ് ഷീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ല വീതിയുള്ള സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. 14 അടി നീളം, 12 അടി വീതി. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡും വിത്ത് കമ്പ്യൂട്ടർ ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. AC-യുടെ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡും കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതാണ് സൗത്ത് സൈഡ്. 3 വിൻഡോസുകളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളം സൂര്യപ്രകാശം കടന്ന് വീഴുന്ന ഒരു ബെഡ്റൂമും കൂടിയാണ്. നല്ല ലെങ്തി ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോർണറിലൊരു സ്പേസ് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. സൗത്ത് വെസ്റ്റ് കോർണർ ആയതുകൊണ്ട് തന്നെ ഈ സ്പേസ് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിൾ വരുന്നുണ്ട്. ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവർട്ടർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടി. ഫാസ്റ്റ് സീലിംഗ് വർക്കും ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്ക് വരികയാണ്.
കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്, ഫുള്ളി കവേർഡാണ്. ഫ്രണ്ടിൽ ഹാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മേലെ വുഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഫ്രണ്ടിൽ പാരപ്പറ്റിന് നീട്ടം ഉള്ളതുകൊണ്ട് തന്നെ വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ ഫ്രണ്ടിൽ വയ്ക്കാനും പറ്റും. ഇത് കൂടാതെ മേലെ ഭംഗിയായിട്ട് ഫൈബർ ലാമിനേഷൻ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഊഞ്ഞാലും മറ്റും കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ബാൽക്കണിക്കുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. എടപ്പള്ളി ബസ് റൂട്ടിനോട് വളരെ അടുത്തായുള്ളൊരു വില്ല പ്രോജക്റ്റിനകത്ത് മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് 250 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 87 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വീടുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.